ഇന്ന് ഓണം വിളവെടുപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പം നല്ലൊരു വെള്ളരിക്ക ഇതാ വന്നിട്ടുണ്ട്. ഞാൻ നട്ട വെള്ളരിയൊന്നും വന്നിട്ടില്ല. വീട്ടിൽ വീണ് കിടന്ന് പൊടിച്ചൊരു വെള്ളരിക്ക ഇതാ നമുക്ക് ഓണത്തിനായിട്ട് നല്ലൊരു വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകുണ്ടായിരുന്നു, ഉണ്ടമുളക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമ്പാർ മുളക് ഉണ്ടായിരുന്നു. സാമ്പാർ മുളക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓണത്തിനായിട്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ സാമ്പാർ മുളക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാവയ്ക്ക നമ്മൾ കവറൊക്കെ ഇട്ട് നിർത്തിയിരുന്ന അടിപൊളി പാവയ്ക്ക ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏത്തക്കൊല ഉണ്ടായിരുന്നു. പിന്നെ കറിക്കായ ഉണ്ടായിരുന്നു. കറിക്കായ അല്ലെങ്കിൽ ഇവിടെ മൊന്തങ്കായ എന്നും കറിക്കായ എന്നും ഒക്കെ പറയും. അപ്പോൾ ആ ഒരു കൊല ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ ഒരു ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ കർഷക ചന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കേരളത്തിലുടനീളം 2000-ലധികം ചന്തകൾ, നാടൻ പച്ചക്കറിയുടെ ചന്തകൾ കൃഷിഭവൻ്റെ മുഖേന വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനൊരു കർഷകയാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഓണത്തിന് വിഷരഹിതമായ കുറച്ച് പച്ചക്കറികൾ എനിക്കും കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ക്വാണ്ടിറ്റി കുറവായിരിക്കും, എന്നാലും അത് കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്ന് വേറെയാണ്. അപ്പോൾ ഈ കൊലയൊക്കെ വെട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. കാരണം പാവലിൻ്റെ പന്തലുണ്ട്. അപ്പോൾ അതിലൊക്കെ വീഴാതിരിക്കുക എന്ന് വേണം നമുക്ക് ഈ കൊലയൊക്കെ വെട്ടിയെടുക്കാനുള്ളത്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നു. ഒന്നും പാവൻ്റെ മണ്ടയിലൊന്നും വീണിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിളവെടുപ്പ് വീഡിയോ. ഇത്രയും ഐറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ ചന്തയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കുറച്ച് പച്ചക്കറി ഇതുപോലെ കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.